മദ്യനയക്കേസിലെ വിവാദ വ്യവസായി ശരത് റെഡ്ഡിയിൽ നിന്ന് 60 കോടി ഇലക്ട്രൽ ബോണ്ട് വഴി കൈക്കൂലി സ്വീകരിച്ച് ആദ്യം അയാൾക്ക് ജാമ്യം നൽകുന്നു. കെജ്രിവാളിനെതിരെ കള്ളമൊഴി നൽകി അകത്തിടാൻ അവസരമൊരുക്കിയപ്പോൾ മാപ്പുസാക്ഷിയാക്കി മാറ്റിയ മറ്റൊരു പ്രതി രാഘവ് റെഡ്ഡിയുടെ പിതാവ് മകുന്ദ റെഡ്ഡിയെ ലോക്സഭയിലേക്ക് NDA സ്ഥാനാർത്ഥിത്വം തന്നെ നൽകി ആദരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടി കേന്ദ്രത്തിന് കീഴിലുള്ള സകല അന്വേഷണ ഏജൻസികളും ഉറക്കമിളച്ച് പണിയെടുത്തിട്ടും കെജ്രിവാൾ പക്ഷേ ഒരു ജാമ്യ ഹർജി പോലും നൽകാതെ പുറത്തെത്തിയിരിക്കുന്നു. അതെ, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നേർക്കുനേരെ നിന്ന് ഗാന്ധി നയിച്ച സ്വാതന്ത്ര്യ സമരത്തിന്റെ തനി ആവർത്തനം തന്നെയാണിത്. നുണകളുടെ മേൽ കെട്ടിപ്പടുത്ത വ്യാജവാദങ്ങൾ കൊണ്ട് സത്യത്തിന്റെ ഉരുക്കുകോട്ടയെ എന്നേക്കുമായി ഇല്ലാതാക്കാമെന്ന് കരുതി ഒരുങ്ങിയിറങ്ങിയവർക്ക് അടപടലം പിഴച്ചിരിക്കുന്നു. മൈക്കെടുത്താൽ വർഗീയത മാത്രം പുറത്തേക്ക് വരുന്ന അല്പനായ പ്രധാനമന്ത്രി അനിവാര്യമായ പതനം എത്ര കണ്ട് ഭയപ്പെടുന്നു എന്ന് വ്യക്തം. ഒരു മുഖ്യമന്ത്രിയായല്ല, ഇന്ത്യ സഖ്യത്തിന്റെ ഇലക്ഷൻ ക്യാമ്പയിനറായി വർഗീയ കയത്തിലേക്ക് രാജ്യത്തെ തള്ളുവിട്ടുകൊണ്ടിരിക്കുന്ന അസുര ജന്മങ്ങളെ നിഗ്രഹിച്ച് വിജയ ശ്രീലാളിതനായി തിരിച്ചു വാടാ എന്ന് തന്നെയാണ് ജാമ്യവ്യവസ്ഥയിലൂടെ സുപ്രീം കോടതിയും പറഞ്ഞു വെക്കുന്നത്. 5000 വർഷങ്ങൾക്കപ്പുറം സഹിഷ്ണുതയുടെ പാരമ്പര്യത്തിലൂടെ ദുഷ്ടശക്തികളെ പലകുറി കെട്ടുകെട്ടിച്ച രാജ്യത്തിന്റെ ചരിത്രം വെറുപ്പിന്റെ വർഗീയതയുടെ പ്രത്യയശാസ്ത്രത്തിന് മുകളിൽ ജൂൺ 4 ശവക്കല്ലറ തീർക്കാൻ തന്നെയാണ് കെജ്രിവാളിന്റെ ഈ പടപ്പുറപ്പാട്.